ഹായ് നമസ്കാരം, ദിസ് ഇസ് അഭിലാഷ് വൃന്ദാവൻ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നൊരു പുതിയൊരു സ്റ്റോക്കിനെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നില്ല, നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നു. ഓക്കെ, ഇങ്ങനത്തെ മെസ്സേജ് ഒരുപാട് വരാറുണ്ട്, പക്ഷേ ഇതൊരു ലിമിറ്റ് ഫോർ എവറിത്തിങ്. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ ഒരു മെസ്സേജ് എനിക്ക് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി. ആ മെസ്സേജിനെ കുറിച്ചാണ്. ആ മെസ്സേജ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്ന് വെച്ചാൽ ഈ മെസ്സേജിൽ എന്താ എഴുതിയേക്കുന്നത്, അദ്ദേഹത്തിന്റെ ജോബ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരുപാട് വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയ പൈസ 14 ലക്ഷം രൂപയോ മറ്റോ അദ്ദേഹത്തിന് F&O ട്രേഡിംഗ് ചെയ്ത് ലോസ് ആയി. ഓക്കെ, അദ്ദേഹം എന്നോട് ഇത് പറഞ്ഞു, മെസ്സേജ് അയച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, എനിക്കിത് റിക്കവർ ചെയ്തേ പറ്റുള്ളൂ. എന്നിട്ട് എന്താ തീരുമാനിക്കുന്നത്? 10 വർഷം അധ്വാനിച്ചുണ്ടാക്കിയ പൈസ മുഴുവൻ പോയതിനു ശേഷം എന്താണ് പറയുന്നത്? എനിക്കിത് റിക്കവർ ചെയ്യണം മാർക്കറ്റിൽ നിന്ന്. ഓക്കെ, എന്നിട്ട് എന്താണ് എന്നോട് അഡ്വൈസ് ചോദിക്കുന്നത്? ഞാൻ ലോൺ എടുത്തിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. ഓക്കെ, എന്നിട്ട് അഡ്വൈസ് ചോദിക്കുന്നത് പിന്നെ നിഫ്റ്റി ഇവിടുന്ന് എങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്, റൈറ്റ്? നിഫ്റ്റി ഇവിടുന്ന് എങ്ങോട്ടാണ് സാർ പോകാൻ സാധ്യതയുള്ളത്? സാറൊന്ന് അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ധൈര്യം ഉണ്ടാവും. എന്നിട്ട് ഞാൻ ഈ ലോൺ ഇനി എടുക്കാൻ പോണ പൈസ കൊണ്ട് കൊണ്ടേ കളഞ്ഞിട്ട് വരാം എന്നാണ് പുള്ളി പറയുന്നത്. മനസ്സിലാക്കണം. സോ ഐ മീൻ കമോൺ ഗൈസ്, നിങ്ങൾ ഇത്രയും എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങളെ പോലത്തെ കുറെ പേര് ഈ മാർക്കറ്റിൽ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോ റിലീസ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇതിന്റെ പുറകെ വരാൻ പോകുന്ന പ്രശ്നങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പറയേണ്ട കാര്യം ഞാൻ പറയേണ്ട പോലെ തന്നെ പറയും. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങളിത് കാണണം. ഓക്കെ, ഇതിനകത്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടോപ്പ് ഓഫ് ദി ടോപ്പ് വേൾഡിലെ F&O ട്രേഡേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ സംഭവിക്കുന്ന കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേട്ടു നോക്കുക. 1.5 ലക്ഷം കോടി രൂപ ലോസ് ചെയ്ത ഒരു കഥയാണ് നിങ്ങളൊന്ന് കേൾക്കാൻ പോകുന്നത്. 1.5 ലക്ഷം കോടി രൂപ 2 ദിവസം കൊണ്ട് ലോസ് ആക്കിയ ഒരു വ്യക്തിയുണ്ട്. ഓക്കെ, അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ വിത്ത് ദിസ് നോട്ട് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന, മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് നല്ല ബഹുമാനമുണ്ട്. ബിക്കോസ് അതൊരു ചെറിയ കാര്യമല്ല, എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയല്ല F&O ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുക മാർക്കറ്റിൽ നിന്ന്. ഓക്കെ, ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചെയ്യരുതെന്ന് പറയാറുണ്ട്. എന്താണ് ചെയ്യാതിരിക്കാൻ പറയുന്നതിന് കാരണം എന്താണ്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ബിക്കോസ് ഇങ്ങനെയുള്ള വലിയ വലിയ സ്ക്രീൻഷോട്ടിൽ 1 കോടി 2 കോടി 3 കോടി രൂപേൻ്റെയൊക്കെ പ്രോഫിറ്റ് കാണിച്ചുകൊണ്ടുള്ള സ്ക്രീൻഷോട്ടുകൾ, 50 ലക്ഷം പ്രോഫിറ്റ്, 5 ലക്ഷം പ്രോഫിറ്റ് എന്നൊക്കെ കാണിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ കാണുമ്പോൾ ഒരു നോർമൽ പബ്ലിക്ക്, എന്താ പറയുക, ഒരു പയ്യനോ അല്ലെങ്കിൽ ഒരു 18 വയസ്സുള്ള ആളോ 20 വയസ്സുള്ള ആളോ മാർക്കറ്റിനെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്ത ഒരാൾക്കാർക്ക് പെട്ടെന്നൊരു ആകർഷണം ഇതിനോട് തോന്നും. അത് ഉറപ്പായിട്ടും തോന്നും. ഓക്കെ, അപ്പം ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല. ഞാൻ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ഇപ്പോൾ ഹിന്ദിയിലെ കുറേ സ്ക്രീൻഷോട്ടുകളാണ്. എന്ന് വെച്ചാൽ യൂട്യൂബിലുള്ള ഓൺലൈൻ ആയിട്ടുള്ള സംഗതികളാണ്, ഞാനൊന്നും ഉണ്ടാക്കി കാണിക്കുന്നതല്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണുക. കാരണം ഇത് പിന്നെ ചെറിയ എന്താ പറയുക, ഈ ചെറിയ പ്രായമുള്ള ആൾക്കാരെ, യൂത്ത് ആയിട്ടുള്ള ആൾക്കാരെ, ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള എന്താ പറയുക, പെട്ടെന്നൊരു ദിവസം കോടീശ്വരനാവണമെന്നുള്ള ചിന്തയും കൊണ്ട് മാർക്കറ്റിലേക്ക് വരുമ്പോഴാണ് ഇവർക്ക് വലിയ വലിയ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നത്. അപ്പം ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ പറയാനുള്ള കാര്യം കൃത്യമായിട്ട് പറയും. ഇതാണ് അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത്. നോക്കൂ, ഇതിപ്പോ എന്താണ്, 25 വയസ്സുള്ള ഒരു ചെറിയൊരു പയ്യൻ, ഓക്കെ, ആഫ്റ്റർ ദി കിൽസ് ബേസിക്കലി സൂയിസൈഡ് ചെയ്തു. 60 ലക്ഷം രൂപയാണ് ലോസ് ചെയ്തേക്കുന്നത് F&O ചെയ്തിട്ട്. 60 ലക്ഷം രൂപ ലോസ് ആയിട്ട് ഒരു പയ്യൻ എന്താ പറയാ, സൂയിസൈഡ് ചെയ്യണമെങ്കിൽ എത്ര വയസ്സുള്ള പയ്യനാണ്? 25 വയസ്സുള്ള പയ്യനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇങ്ങനെ കാണുന്ന സ്ക്രീൻഷോട്ടുകളുടെ ഒരു ഇമ്പാക്ട് എന്താണെന്ന് വെച്ചാൽ അത് ഇതാണ്. ഒന്നും അറിയില്ല. കാരണം നിങ്ങളൊക്കെ വിചാരിക്കുന്നത് എന്താണ്, ഈ F&O ചെയ്യാൻ പോകുന്ന, പുതിയതായിട്ട് പഠിച്ച് അല്ലെങ്കിൽ പുതിയതായിട്ടൊരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാരുടെ വിചാരം അടുത്ത ദിവസം തൊട്ട് അവരും ഇതേപോലെ ആ കണ്ട സ്ക്രീൻഷോട്ടുകൾ പോലെ ഇവർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ഇവർ മാർക്കറ്റിലേക്ക് വരുന്നത്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. കൃത്യമായി ഇതിപ്പോൾ അടുത്തൊരു ന്യൂസ് കണ്ടോളൂ. യൂത്ത് കമ്മിറ്റ് സൂയിസൈഡ് ആഫ്റ്റർ സഫറിംഗ് ലോസസ് ഇൻ ഷെയർ മാർക്കറ്റ്. ഒരുപാട് ന്യൂസ് ഉണ്ട്, ചെറിയ ന്യൂസൊന്നുമല്ല, ഒരുപാട് ന്യൂസുകളുണ്ട്. ദ ഗ്ലോബൽ ക്രൂഡ് ക്രൈസിസ് വെച്ചിട്ട് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് F&Oയിൽ നല്ല ലോസ് ഉണ്ടായി. അദ്ദേഹം പിന്നെയും എന്ത് ചെയ്തു? സെയിം ഡിസിഷൻ തന്നെയാണ് എടുത്തേക്കുന്നത്. ലോസ് ആയി. കാരണം പുറത്ത് പറയാൻ പറ്റില്ല, വീട്ടിൽ പറയാൻ പറ്റില്ല, അമ്മയോ അച്ഛനോടോ പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ എല്ലാവരും കൊണ്ടേ കാണിക്കും. അടുത്ത ന്യൂസ് കണ്ടു നോക്കൂ. മാർക്കറ്റ് ക്രാഷ് ക്ലെയിംസ് അനദർ ലൈഫ് ഇൻ ദ സിറ്റി. മനസ്സിലായില്ലേ? ഇത് ബോംബെയിലാണ് സംഭവിച്ചിരിക്കുന്നത്. ദ സ്റ്റോക്ക് മാർക്കറ്റ് ഗ്ലൂം. ഇത് ബോംബെയിലെ ഒരു ന്യൂസാണ്. അത് ഞാൻ കൂടുതലും ഇങ്ങനെ വായിക്കാൻ വേണ്ടി പോകുന്നില്ല. എന്ന് വെച്ചാൽ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതാണ് സംഭവിക്കുന്നത് മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ വലിയ വലിയ സ്ക്രീൻഷോട്ടിൽ കണ്ടിട്ട് നിങ്ങൾ ആകർഷിതരായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇത് അടുത്തൊരു ന്യൂസാണ്. ഗുജറാത്ത് വുമൺ കിൽസ് സെൽഫ്. എന്തുകൊണ്ടാണ് സെൽഫ് കിൽ ചെയ്തേക്കുന്നത്? അവർ ട്രേഡ് ചെയ്തിട്ടാണോ? ഈ ന്യൂസ് ഞാൻ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന്റെ ഭർത്താവ് ട്രേഡ് ചെയ്ത് നഷ്ടങ്ങൾ ഉണ്ടാക്കി, കടം
കൊടുക്കാനുണ്ടായിരുന്ന ആൾക്കാർ, കടം വാങ്ങിയിട്ടാണ് ട്രേഡ് ചെയ്തത്. കടം കൊടുക്കാനുള്ള ആൾക്കാർ വാങ്ങാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് വന്ന് അവരെ ശല്യപ്പെടുത്താൻ തുടങ്ങി. അവർക്ക് വേറെ നിക്കക്കളി ഇല്ലാതെ അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഒന്നാലോചിച്ച് നോക്കൂ. ഓക്കെ, ഇതാണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളൊരു കാര്യത്തെ വ്യക്തമായി പഠിച്ച് നിങ്ങൾ വലിയ വലിയ ഗുരൂസിൻ്റെയൊക്കെ വീഡിയോ കണ്ടു പോകുമ്പോൾ ആലോചിക്കുക, അവരിത് മാത്രമേ അവർക്ക് ചെയ്യാനുള്ളൂ. നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് അതല്ല. ഓക്കെ, മറ്റുള്ളവർ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ അവരെങ്ങനെയാണ് ചെയ്യുന്നത്, അവരുടെ ഊണിലും ഉറക്കത്തിലും അവരെന്താ പറയുക, അവരിതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അവർക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല. ഈ രീതിയിലാണ് അവരെ മാർക്കറ്റിനെ സ്റ്റഡി ചെയ്യുന്നതും കൊണ്ടുപോകുന്നതും. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇപ്പോൾ സുന്ദർ സാറിനെ പോലത്തെ ആൾക്കാർ, ഇതുപോലത്തെ ആൾക്കാർക്കൊക്കെ എന്താണ് നല്ല നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അവർക്കറിയാം മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ചെയ്തുകൂടാത്തത്, എന്താണ് ചെയ്യേണ്ടത്. ഓക്കെ, മണി മാനേജ്മെന്റ്. സെബി തന്നെ പറയുന്ന റിപ്പോർട്ട് എന്താണ്? 9 in 10 ഡെറിവേറ്റീവ് ട്രേഡേഴ്സ് ലോസ് മണി. സെബി സ്റ്റഡി, സെബി സ്വന്തം സ്റ്റഡി ചെയ്ത് പുറത്തു വന്നിട്ട്, നമ്മളിപ്പോൾ ട്രേഡിംഗ് പാനൽ തുറക്കുമ്പോൾ സെറോദ അല്ലെങ്കിൽ ഏത് പാനൽ തുറക്കുമ്പോഴും ഫസ്റ്റ് വരുന്ന മെസ്സേജ് എന്താണ്? ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലെന്ന് അവരൊരിക്കലും പറയില്ല, കാരണം ഇത് അവർക്കൊരു ബിസിനസ് ആണല്ലോ. പക്ഷേ എന്താണ് പറയുന്നത്? എല്ലാവരും ലോസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ടും ഞാൻ പറയുന്നു, ഇന്ത്യയിൽ F&O ട്രേഡേഴ്സിന്റെ നമ്പേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ F&O ട്രേഡിലേക്ക് വന്നിട്ട് ഇതേപോലത്തെ കുറച്ച് കഴിഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ പഠിച്ച കാര്യങ്ങൾ അതേ രീതിയിൽ ഫോളോ ചെയ്തോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. ഞാനതൊന്നും നോക്കാനും പോകുന്നില്ല. പക്ഷേ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വലിയ ഒരു സംഗതിയാണ്. അത് നിങ്ങൾക്കൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ദിസ് നോട്ട് യുവർ കപ്പ് ഓഫ് ടീ. അത് മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്ന് എന്താ പറയുക, മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? അദ്ദേഹത്തിന് ലൈഫ് സേവിങ് ആയിട്ടുള്ള 10 വർഷത്തെ സേവിങ് ആണ് അദ്ദേഹം ഇൻട്രാഡേ ചെയ്തിട്ട് കളഞ്ഞത്. 10 വർഷം കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസയാണ് കൊണ്ടുപോയിട്ട് ഇൻട്രാഡേ ചെയ്തിട്ട് ഇദ്ദേഹം മാർക്കറ്റിൽ കൊണ്ടുപോയി കളഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ അദ്ദേഹത്തിന് 1.5 ലക്ഷം ലോസ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് ആ 1.5 ലക്ഷം ലോസ് വരെ കാണാനും അതേപോലെ തന്നെ 1.5 ലക്ഷം എന്ന് പറയുന്നത് 1.5 ലക്ഷം സ്റ്റാർട്ടിംഗ് ലോസ് ആയിരുന്നു. അത് കഴിഞ്ഞ് താഴേക്ക് വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏകദേശം 10-15 ലക്ഷം രൂപ ലോസ് ഉണ്ട് അതിനകത്ത്. ഇവിടെ നോക്കൂ, ഇതൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, ടെക്കിയാണ്. മനസ്സിലായില്ലേ? അല്ലാതെ ഞാൻ പറയാം, വെറും ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പിന്നെയും മനസ്സിലാക്കാന്ന് വിചാരിക്കാം. ഇതെന്താണ് സംഭവം ഇവിടെ? ഇതിപ്പോ ഇദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട്? 26 വയസ്സേ ഉള്ളൂ ഈ പറയുന്ന പയ്യന്. ടെക്കി ജംപ്സ് ടു ഡെത്ത് ആഫ്റ്റർ ലോസസ് ഇൻ ഷെയർ മാർക്കറ്റ്. ബിൽഡിങ്ങിന്റെ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, ചെന്നൈയിൽ, അവിടുത്തെ ബിൽഡിങ്ങിലെ 10ാമത്തെ ഫ്ലോറിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്ത വ്യക്തിയാണ് ഇദ്ദേഹം. ഇതിപ്പോ എല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ കണ്ണൊന്ന് തുറന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവും. പഠിച്ച വ്യക്തിയാണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ഇവരുടെ അച്ഛൻ, അമ്മ, അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ പയ്യനെ 10-26 വയസ്സ് വരെ വളർത്തി ഒരു ജോലിക്ക് പോകാനുള്ള പ്രാപ്തി ഉണ്ടാക്കി അദ്ദേഹത്തിന് ജോലിക്ക് അയച്ചു. അദ്ദേഹം അവിടെ നന്നായിട്ട് പോകുന്ന സമയത്ത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ലോസ് ഉണ്ടാക്കി. ഈ ബാങ്കിന് വേറൊരു മുഖം കൂടി ഉണ്ട്. നിങ്ങൾ ലോൺ എടുക്കാൻ പോകുമ്പോൾ ചിരിച്ചു കാണിക്കുന്ന മുഖം തിരിച്ച് നിങ്ങൾ പൈസ അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ എത്തുമ്പോൾ അത് വേറെ രീതിയിലേക്ക് മാറും. പിന്നെ ഗുണ്ടകൾ വരാൻ തുടങ്ങും, അവരുടെ വിളി വരാൻ തുടങ്ങും. അത് ഏത് ബാങ്കാണെങ്കിലും ശരി, എത്ര വലിയ ബാങ്കാണെങ്കിലും ശരി, എല്ലാവർക്കും അത് നിങ്ങൾ ലോൺ എടുത്തിട്ട് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവരൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന്, ജീവിതത്തിന് എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തായിരിക്കും. നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത്? ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കുന്നതോ? ഇതാണോ നിങ്ങളുടെ ഈ എന്താ പറയുക വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല. ഇങ്ങനെയൊന്നും ചെയ്യരുത് സുഹൃത്തുക്കളെ. നിങ്ങളോട് ഞാൻ എല്ലാ വീഡിയോസിലും ഇതിപ്പോൾ 10 ലക്ഷം രൂപയാണ് പുള്ളി ലോസ് ചെയ്തേക്കുന്നത്. എല്ലാ വീഡിയോസിലും ഞാനിത് എന്തുകൊണ്ടാണ് എഴുതി കാണിക്കുന്നത്? ഇതൊക്കെ ഞാൻ ഇങ്ങനെ കുറേ കണ്ടിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുള്ള എനിക്ക് കേട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതൊക്കെ കൊണ്ടാണ് ഈ യൂട്യൂബ് തുടങ്ങിയത് തന്നെ. അപ്പോൾ 10 ലക്ഷം രൂപ ലോസ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഈ ലോസ് ഉണ്ടായി എന്ന് മനസ്സിലാക്കിയിട്ട്, ഈ ന്യൂസിൽ കണ്ടതാണ്, മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് ഒരു സ്ഥലമൊക്കെ വിട്ടിട്ട് പൈസ തിരിച്ചു കൊടുക്കാൻ ഇരുന്നതാണ്. പക്ഷേ ഇവരുടെ ഈ ബാങ്കുകാരുടെ വിളിയും അതൊന്നും കുറച്ച് ഡിലേ ആയപ്പോൾ ബാങ്കുകാരുടെ വിളിയും അവരുടെ എന്താ പറയുക ആ ഒരു സംഭവങ്ങളൊന്നും സഹിക്കാനുള്ളൊരു മനസ്സ് ഈ പുള്ളിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇതാണ് F&O ട്രേഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ വേറൊരു ചോദ്യം ഉണ്ടാവും. ഇവർക്കൊന്നും ഇപ്പം നിങ്ങളൊരു പൈസ ഉണ്ടാക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. എന്താണ്, ഇവർക്കൊന്നും മര്യാദയ്ക്ക് ഇത് ചെയ്യാൻ അറിയില്ല, ഇവർക്ക് എന്താ പറയുക, ഇങ്ങനെ അല്ലെങ്കിൽ പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ, ഞാൻ നന്നായിട്ടത് ചെയ്യുന്ന വ്യക്തിയാണ് എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഉത്തരം ഞാനിതിന് അവസാനം തരുന്നുണ്ടാവും. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ.
അറ്റ്ലീസ്റ്റ് നിങ്ങൾ അറിയുന്ന F&O ചെയ്യുന്ന ആർക്കെങ്കിലും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊന്ന് മാറട്ടെ, അവരുടെ മനസ്സൊന്ന് മാറട്ടെ എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം ഈ വീഡിയോ ഉണ്ടാക്കുന്നത് കൊണ്ട്. അല്ലാതെ ഒരാളെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അല്ല ഇന്നത്തെ വീഡിയോ. ഇന്നൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ സ്റ്റോക്കിനെ കുറിച്ചുള്ള അനലൈസിങ്ങോ അങ്ങനെ ഒരു സംഭവം ഇന്നില്ല. ഇന്ന് ഞാൻ പറയുന്നത് നമ്മളുടെ കേരളത്തിലെ കുട്ടികൾ പോയി പെടുന്ന എന്താ പറയുക ഒരു പടുകുഴിയാണ് F&O ട്രേഡിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ അതിന് എന്ത് പേര് വേണമെങ്കിലും കൊടുത്തോളൂ. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഈ F&O ട്രേഡിംഗ് ഈസ് ഇഞ്ചൂറീസ് ടു ഹെൽത്ത് ആൻഡ് വെൽത്ത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഹെൽത്ത് എന്ന് പറയുന്നത്? ബിക്കോസ് ഇവിടെ കണ്ടില്ലേ, ബാംഗ്ലൂരു മാൻ സീക്സ് ഹെൽപ്പ്, തെറാപ്പിയാണ് അവർക്ക് വേണ്ടത്. ഓക്കെ, ഇവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് വേണ്ടത്? 20 years old റോബിൻഹുഡ് കസ്റ്റമർ ഡൈസ് ബൈ സൂയിസൈഡ് ആഫ്റ്റർ സീയിങ് എത്രയാണിത്? $73 ലക്ഷം നെഗറ്റീവ് ബാലൻസ്, $73 ലക്ഷം ലോസ് ചെയ്ത വ്യക്തിയാണ്. 20 വയസ്സേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ അച്ഛൻ ചോദിക്കുന്നത്, ഒരു 20 വയസ്സുള്ള വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു ബാങ്ക് നിങ്ങൾക്ക് ഇത്രയും വലിയ ലോണുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ, നിങ്ങളുടെ അതോറിറ്റി അപ്രൂവൽ നിങ്ങൾ എങ്ങനെ കൊടുത്തു? 20 വയസ്സുള്ള ഒരു പയ്യന് എന്തുകൊണ്ടാണ് കൊടുത്തത്? ഇദ്ദേഹം ഉണ്ടാക്കിയ പൈസയാണ്. ഏകദേശം $1 മില്യൺ ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം ആ പൈസയാണ് 1, 2, 3 ദിവസം കൊണ്ടുള്ള മാർക്കറ്റിലെ ട്രേഡുകൾ ഇവർക്ക് എഗനിസ്റ്റ് ആയിട്ട് വരുമ്പോൾ അദ്ദേഹം അത് നഷ്ടത്തിലേക്ക് പോയത്. അപ്പോൾ ആ ഒരു ദിവസം ആരുടെ ജീവിതത്തിൽ വേണമെങ്കിലും വരാം, നിങ്ങളിത് കുറിച്ചിട്ടുള്ളൂ. ആ ഒരു ദിവസം നാളെ PR സുന്ദറിന്റെ ജീവിതത്തിലും വരാൻ പറ്റും, നിങ്ങളുടെ ജീവിതത്തിലും വരാൻ പറ്റും. F&O ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ എത്ര വലിയ F&O ട്രേഡർ ആണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി. ഓക്കെ, ആ ഒരു ദിവസം എന്നാണ് നിങ്ങളുടെ എഗനിസ്റ്റിൽ മാർക്കറ്റ് പോവുക, എന്നാണ് നിങ്ങളുടെ മനസ്സ് മാറിയിട്ട് നിങ്ങൾ ഉള്ള പൈസ മൊത്തം ഒരു ട്രേഡിലേക്ക് റിവെഞ്ച് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക, ആ ദിവസത്തെ നിങ്ങളുടെ പരിപാടിയും ഇതേപോലെ ആയിരിക്കും. അങ്ങനെ ആവാൻ നിങ്ങൾ സമ്മതിക്കരുത്. ഇതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. രണ്ടാമത്തെ ഉദാഹരണം, ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ലുഗൂച്ചി. സ്റ്റോക്ക് മാർക്കറ്റിലെ ടോപ്പ് ട്രേഡേഴ്സ് ആണ്. ബാങ്കുകളാണ് ഇവരെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ബാങ്കുകൾ ഇവർക്ക് ലോൺ കൊടുത്തിട്ട് ഇദ്ദേഹം ജോലി ചെയ്യുന്ന എവിടെയാണ്? US ഗവൺമെന്റ് ബോണ്ട് ട്രേഡർ ആണ് ഇദ്ദേഹം. US ഗവൺമെന്റിന്റെ ബോണ്ട് ട്രേഡർ ആയിരുന്നു. ഒരു മുഴുവൻ ബാങ്ക്, ഡൈവ ബാങ്കിന് 1.5 ബില്യൺ ആണ് അദ്ദേഹത്തിന്റെ നഷ്ടം. ഇദ്ദേഹം കാരണം $1.1 ബില്യൺ. ഡസൻ മാറ്റർ 1.1 1.5 $1.5 ബില്യൺ നഷ്ടമാണ് ഇദ്ദേഹം ഒരു ബാങ്കിന് വരുത്തി വെച്ചത്. ആലോചിച്ചു, ഒരു ബാങ്ക് തകരാനുള്ള ഒരു കാരണമാണ് ഈ പറയുന്ന പുള്ളി. ഇത്രയും വലിയ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇത് പറ്റുന്നുണ്ട്. തെറ്റുകൾ ആർക്കും പറ്റും സുഹൃത്തുക്കളെ, അത് മനസ്സിലാക്കൂ. ഓക്കെ, ഒരു ദിവസം 2 ദിവസം ഇൻട്രാഡേ F&O ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് തിരിച്ച് മാർക്കറ്റ് നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടേ നിങ്ങളെ മാർക്കറ്റ് ഇവിടുന്ന് വിടൂ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇതുപോലത്തെ വ്യക്തികൾക്കും ഇത് സംഭവിക്കുന്നുണ്ട്. ഞാൻ മുമ്പോട്ട് ഇനി കാണിക്കുന്നുണ്ട്. $20 ബില്യൺ ലോസ് ചെയ്ത ആളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോഴല്ല, ലാസ്റ്റ് വരുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ഹമാനാക്ക ചെയ്തത് എന്താണ്? ഇതേപോലെ ഇദ്ദേഹത്തിന്റെ ഒരു വിളിപ്പേരാണ് മിസ്റ്റർ കൂപ്പർ. ഭയങ്കര അഗ്രസീവായിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു മിസ്റ്റർ കൂപ്പർ. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ സ്വന്തം പൈസയല്ല എടുത്ത് ഉപയോഗിക്കേണ്ടത്, പബ്ലിക്കിന്റെ പൈസയല്ലേ. ഇതൊക്കെ ഫണ്ട് മാനേജേഴ്സ് ആണല്ലോ. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലും കാര്യങ്ങളിലൊക്കെ പബ്ലിക് കൊടുത്ത പൈസ എടുത്തിട്ടാണ് ഇവർ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അഗ്രസീവ് ട്രേഡിങ്ങിൽ പേര് കേട്ടൊരു വ്യക്തിയാണ്. ഇദ്ദേഹം എത്ര ലോസ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിൽ താഴെ ഞാൻ കാണിച്ചു തരാം. അതൊന്ന് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് മാനിപ്പുലേഷൻ ആണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. $2 ബില്യൺ ആണ് അദ്ദേഹം ഈ ലോസ് ചെയ്തിരിക്കുന്നത്. $2 ബില്യൺ. $2 ബില്യൺ ലോസ് ആവുക എന്ന് പറഞ്ഞാൽ അതായത് എവിടെ നിന്നാണോ അദ്ദേഹത്തിന് ആ പൈസ വന്നേക്കുന്നത്, ആ ബാങ്കിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു, അവിടെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ പൈസയും പോയി, എല്ലാം പോയി എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, $2 ബില്യൺ. ഒന്ന് മനസ്സിലാക്കണം. അത് എത്ര കോടിയാണെന്നുള്ളത് നിങ്ങളൊന്ന് കണക്കുകൂട്ടി നോക്കൂ. അടുത്ത ഉദാഹരണം, വലിയ എക്സ്പീരിയൻസ് ഉള്ള ട്രേഡറാണ് ജെയിംസ്. ഇദ്ദേഹം എത്ര ലോസ് ചെയ്തിട്ടുണ്ട്? $4.9 ബില്യൺ. $4.9 ബില്യൺ ആണ് ഇദ്ദേഹം ലോസ് ചെയ്തേക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് സ്വന്തം പൈസ, ഇവർ ഉണ്ടാക്കിയ പൈസയാണ്. കാർവെൽസ് ട്രേഡ്സ് റിസൾട്ടഡ് ഇൻ ലോസസ് ഓഫ് $4.9 ബില്യൺ. ഇത്രയും പൈസ ഇദ്ദേഹം മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയ വ്യക്തികളാണ് ഇവരൊക്കെ. അല്ലാതെ വെറുതെ ഇവർ ബാങ്കൊന്നും ഹയർ ചെയ്യില്ല ഇവരെ. ഓക്കെ, മാർക്കറ്റിൽ വന്ന് നിന്ന് F&O ചെയ്ത് പ്രൂവ് ചെയ്ത് പൈസ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അടുത്ത വ്യക്തി നിക് ലീസൺ ചെയ്തത് എന്താണ്? ഇദ്ദേഹം ഭയങ്കര എന്താ പറയാ അഗ്രസീവ് ട്രേഡർ ആയിരുന്നു, F&O ട്രേഡർ ആയിരുന്നു. ഇദ്ദേഹം ചെയ്തത് എന്താണ്? ഇദ്ദേഹം കാരണം ബാങ്കിന് വന്ന ലോസ് തന്നെ $1.3 ബില്യൺ ആണ് ഇദ്ദേഹം കാരണം വന്ന ലോസ്. ആദ്യം ഇനീഷ്യലി അത് കൂടി $8 ബില്യൺ ലോസ് ഈ അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു ബാങ്കിന്. വളരെ നല്ല ഒരു എന്താ പറയാ ട്രേഡറാണ്, ഒരു സൂപ്പർ ട്രേഡറാണ് അദ്ദേഹം കാരണം വന്നത് എന്താണ്? അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇത് വരത്തില്ലേ? തീർച്ചയായിട്ടും വരും. ആരെയും ഇവിടെ വിടുന്നില്ല. നിങ്ങൾ സേഫ്റ്റി ആയിട്ട്, ഞാനത് നിങ്ങളോട് 100 വട്ടം പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇക്വിറ്റി മാർക്കറ്റിനെ ലേൺ ചെയ്യൂ, ഇക്വിറ്റി പഠിച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് സേഫ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് വെൽത്ത് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ,
ഞാൻ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ. അടുത്തൊരു വ്യക്തി ഇതാണ് നിങ്ങൾ കാണേണ്ട ഒരു ന്യൂസ് എന്ന് പറയുന്നത്. $20 ബില്യൺ ലൂസ് ചെയ്ത ആരാണ്? ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ബിൻ ഹുവാങ്. ഓക്കെ, ബിൽ ഹുവാങ് ലോസ് ചെയ്ത് $20 ബില്യൺ ആണ്. ഏകദേശം 18 വർഷം കൊണ്ട് F&O ട്രേഡ് ചെയ്ത് അദ്ദേഹം ഉണ്ടാക്കിയത് $20 ബില്യൺ ആണ്. മനസ്സിലാക്കണം. അത് ലോസ് ചെയ്തത് വെറും 2 ദിവസം കൊണ്ട് ലോസായി. 2 ദിവസം കൊണ്ട് $20 ബില്യൺ. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഏകദേശം 1.5 ലക്ഷം കോടി രൂപയാണ് ഞാൻ പറയുന്നത്. 1.5 ലക്ഷം കോടി രൂപ ചെറിയ പൈസയല്ല. 1.5 ലക്ഷം കോടി 2 ദിവസം കൊണ്ടാണ് ഇത് ഇത്രയും. എന്ന് വെച്ചാൽ 10-18 വർഷം കഷ്ടപ്പെട്ട് അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ പേരിൽ കുറെ ക്രിമിനൽ കേസ് ഉണ്ട്, അത് വേറെ കാര്യം. ഫൈനാൻഷ്യൽ കേസസ് ഉണ്ട്, ക്രൈംസ് എന്ന് പറയും. അപ്പൊ അതൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഇൻസൈഡർ ഇൻഫർമേഷൻ എടുത്ത് ട്രേഡ് ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ. പക്ഷേ $20 ബില്യൺ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കി അത് ചെയ്യാൻ 20 വർഷം എടുത്തു. എന്നിട്ട് 2 ദിവസം കൊണ്ട് അത് മൊത്തം കൊണ്ടുപോയിട്ട് ലോസ് ചെയ്തു. അപ്പൊ ഇവിടെ എക്സ്പീരിയൻസിന്റെ കുറവുണ്ടോ? ഇല്ല. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇത് പറ്റാറുണ്ട്. ആ ഒരു ദിവസം എന്നാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് വരിക എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അത് ഭയങ്കര ഒരു പ്രശ്നമായിരിക്കും. ആ ഒരു ദിവസം ഇപ്പോൾ ബിൽ ഹുവാങ്ങിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ F&O ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് വരാൻ പറ്റും. നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. F&O ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് കാണാൻ വേണ്ടി പറയുക. എന്നിട്ട് പോലും അവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളാരും ഇതേപോലത്തെ ലിസ്റ്റിലേക്ക് വരരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്നെ കാണുന്ന എൻ്റെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും ഈ ഒരു ലിസ്റ്റിലേക്ക് വരരുത്. എവിടെ സ്വന്തം ലൈഫിനെ എന്താ പറയുക, സൂയിസൈഡ് എന്ന ആ രീതിയിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാരായിട്ട് നിങ്ങൾ മാറരുത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഒന്നല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് എല്ലാം ഒഴിവാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്യുക. മാർക്കറ്റ് ഈസ് നോട്ട് യുവർ കപ്പ് ഓഫ് ടീ. ഓക്കെ, അത് മനസ്സിലാക്കുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ബാക്കി നിങ്ങളുടെ ഇഷ്ടം.